സിമ്പിൾ പ്രൈസ് ആക്ഷൻ കൊണ്ട് എങ്ങനെ ഓപ്ഷൻ ബൈ ചെയ്യാം, ഓപ്ഷൻ ഇൻട്രാഡേ ചെയ്യാമെന്നുള്ളതിൻ്റെ അടുത്ത വീഡിയോ ആണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ വീഡിയോ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, കഴിഞ്ഞ കാര്യമല്ലേ, ആർക്കും വേണം പറയാമല്ലോ എന്നുള്ള രീതി അപ്രോച്ച് ചെയ്യാം. അല്ല, ഇതിൻ്റെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലോജിക്കലാണെന്ന് തോന്നിയാൽ ഈ പറയുന്ന കണക്ക് വരുന്ന ഓപ്ഷൻ ചാർട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ലേണിംഗ് ഇൻപുട്ടിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള പ്രൈസ് ആക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും ഒരു കട്ടിയുള്ള പ്രൈസ് ആക്ഷനും പറഞ്ഞിട്ടില്ല. ശരിക്കും പ്രൈസ് ആക്ഷൻ എന്ന് വെച്ചാൽ എന്താ, പ്രൈസ് ക്യാൻഡിലും വോളിയം ക്യാൻഡിലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സൈക്കോളജിയാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ള ആ ബേസിക് ആയിട്ടുള്ള എന്താ പറയേണ്ട ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ശരിക്കും അപ്പോൾ ക്യാൻഡിൽ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹയർ എന്നുള്ള ട്രെൻഡ് ചേഞ്ച് ഉണ്ടല്ലോ, ട്രെൻഡ് ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള എക്സ്പ്ലോറേഷൻ സോൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. ശരിക്കും നമ്മൾ കുറേ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ ബെസ്റ്റ് ട്രേഡായിട്ട് നമ്മൾ മാറുന്നത്. രണ്ടാമത്തെ കാര്യം, പറയുമ്പോൾ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ടൊക്കെ തോന്നാം ശരിക്കും. പക്ഷേ പ്രാക്ടിക്കലി ഇത് നൂറുകണക്കിന് ചാർട്ട്സിൽ ഇത് അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്ത് തറവായിട്ട് വരണം. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കടല കണക്ക് കിടക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ സാധിക്കത്തില്ല ശരിക്കും. കാരണം ഇഷ്ടംപോലെ ധാരാളം കൺസെപ്റ്റ്സ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ധാരാളമുണ്ട്. ശരിക്കും ഈ കൺസെപ്റ്റ്സ് നമ്മൾ ആ സിറ്റുവേഷനിലാണ് ശരിക്കും, ഓരോ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആധികാരികത ശരിക്കും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇത് ബാങ്ക് നിഫ്റ്റി 10th മെയിലെ ബാങ്ക് നിഫ്റ്റിയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നത്. 10th നൈറ്റിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ശരിക്കും. ഞാനിത് 11th നൈറ്റ് പബ്ലിഷ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. കാര്യം നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ മോട്ടിവേഷൻ. കഴിഞ്ഞ വീഡിയോ ധാരാളം പേർ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്തു, വാട്സാപ്പ് ചെയ്തു, മെയിൽ ചെയ്തു. ആ ഒരു വലിയൊരു മോട്ടിവേഷനാണ് അല്ലേ ശരിക്കും. അതാണ് നമ്മൾ ബേസിക്കലി നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ശരിക്കും. നമ്മൾക്ക് അറിയാവുന്ന പരിമിതമായിട്ടുള്ള നോളജ് നമ്മൾ ഷെയർ ചെയ്യുകയും നിങ്ങളതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് പറയുമ്പം അതാണ് വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു അച്ചീവ്മെൻറ്റ് വലിയൊരു പാർട്ട് ശരിക്കും. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക. ചെറിയ വീഡിയോ ആണ്, കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ വലിയ വീഡിയോ അല്ല, അറൗണ്ട് 10-12 മിനിറ്റേ ഉള്ളൂ ശരിക്കും വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കുറേ ചാർട്ട്സിൽ ഇങ്ങനത്തെ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്ത് വരച്ച് നോക്കണം ശരിക്കും. കുറേ ചാർട്ട്സ് വരച്ചാൽ മാത്രമേ ഏത് പ്രൈസ് ആക്ഷൻ ഏത് സമയത്ത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് തറവായിട്ട് നോളജ് കിട്ടത്തുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 10-ാം തീയതി മെയ് 10-ാം തീയതിയിലെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ് ശരിക്കും. 10-ാം തീയതി രാത്രിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പ്രോബബ്ലി ബൈ 11th ഒരു ദിവസം ലേറ്റായി മാത്രമേ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. 10th ഡേയിൽ നടന്ന ബാങ്ക് നിഫ്റ്റിയിൽ അനാലിസിസ് ആണ്. ബാങ്ക് നിഫ്റ്റി ചാർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ഇതിൻ്റെ അത് വരച്ചിരിക്കുന്നത് 15 മിനിറ്റ്സിലെ റെസിസ്റ്റൻസ് ആണ് വരച്ചിരിക്കുന്നത്. ഈ ലെവൽ എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ലോയുടെ ലെവലാണ് ഈ ലെവൽ ശരിക്കും. ഇന്നത്തെ ലോ ലെവലാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് 15 മിനിറ്റ്സിലെ സപ്പോർട്ട് ലെവലാണ്. ഇത് മാത്രമേ ഇന്ത്യയിലുള്ളൂ. നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. സിമ്പിൾ പ്രൈസ് ആക്ഷൻ വെച്ചുള്ള ഒരു അനാലിസിസ് മാത്രമാണ് നടക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണല്ലേ. ഫസ്റ്റ് ക്യാൻഡിൽ ഒരു സ്ട്രോങ് എന്താ പറയണ്ടേ ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു. ഹ്യൂജ് വോളിയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു എക്സെപ്ഷണൽ മേളിൽ ഒരു വിക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താ, നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു എന്ന് കാണിക്കാം ശരിക്കും. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ശരിക്കൊരു ഒരു എൻഗൾഫിംഗ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. സ്ട്രോങ് ക്യാൻഡിലാണ്, എക്സലൻറ്റ് വോളിയം ഉണ്ട്. നേരെ സ്റ്റോക്കിനെ താഴത്തേക്ക് കിട്ടും. ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് കിട്ടും. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ലോയിൽ ലെവലിൽ ഒന്ന് സപ്പോർട്ട് എടുക്കേണ്ടതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്, ആ ലെവലിൽ സപ്പോർട്ട് എടുക്കാതെ നേരെ താഴത്തേക്ക് പോയി കണ്ടോ, വിത്ത് സ്ട്രോങ് വോളിയം. ആ വോളിയം കാണിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലിൽ നിന്ന് എടുക്കാം എന്നുള്ള ലെവലാണ് ശരിക്കും. കാരണം ഇത് സപ്പോർട്ട് ലെവലാണ് 15 മിനിറ്റ്സിലെ. ഈ ലെവലിൽ നിങ്ങൾ സ്കാൽപ്പ് ചെയ്തിരുന്നു എങ്കിൽ, അതായത് 43,098 രൂപ 50 പൈസ ക്ലോസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവൽ എന്ന് പറയുന്നത് 42,850 ആണ്. 150 പോയിന്റ്സ് ഈ ലെവലാണ് ഫസ്റ്റ് ലെവലിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന പോയിന്റ്. ഈ ലെവൽ കഴിഞ്ഞു. ഇവിടെ നിന്ന് എന്താ സംഭവിച്ചോ നോക്കാം. ഇവിടെയുള്ള പ്രൈസ് ആക്ഷൻ ഇവിടെ നിന്നാണ്. ഇത് ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ കഴിഞ്ഞു. അടുത്ത പ്രൈസ് ആക്ഷൻ നിങ്ങൾ ഇവിടെ നോക്കും. ദിസ് ബ്യൂട്ടിഫുൾ റെഡ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തു. ശരിക്കും ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്ത ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏത് ക്യാൻഡിലാണ് സപ്പോർട്ട് എടുത്ത ക്യാൻഡിൽ, ആ ക്യാൻഡിലിന്റെ താഴെ ബിഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ലെവലിൽ സപ്പോർട്ട് ലെവലിൽ സ്ട്രോങ് ബൈ നടന്നിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം, ക്യാൻഡിലെ
ക്യാൻഡിലിന്റെ ക്ലോസും ഹൈയും സെയിം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് റെഡിന്റെ പകുതിക്ക് മേളിലാണ്. അതിനെ പറയുന്ന പേരാണ് ബുള്ളിഷ് പിയേഴ്സിംഗ് ക്യാൻഡിൽ എന്ന് പറയും. അത് സ്ട്രോങ് ട്രെൻഡ് ചേഞ്ചിനെ കാണിക്കുന്ന ക്യാൻഡിലാണ് ബുള്ളിഷ് പിയേഴ്സിംഗ് ക്യാൻഡിൽ. ബുള്ളിഷ് പിയേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ തറവായിട്ടുള്ള ആളാണെങ്കിൽ അതിന് മേളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ യുവർ ലക്ക് വിത്ത് ഈ സോൺ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം ശരിക്കും. സോ ഇതാണ് രണ്ടാമത്തെ പ്രൈസ് ആക്ഷൻ സോൺ ശരിക്കും. ദിസ് ലെവൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ശരിക്കും. ഈ ലെവലിൽ ട്രൈ ചെയ്യാം. ലെവൽ ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡോജിയാണ് വന്നിരിക്കുന്നത്, വളരെ കെയർഫുൾ ആണ്. ഡോജിയാണ് വന്നിരിക്കുന്നത്, കെയർഫുൾ ആണ്. ഇവിടെ നിങ്ങൾ എൻട്രി ചെയ്യാൻ നേരത്തെ ഈ ലെവലും ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. പക്ഷേ അടുത്ത ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ക്യാൻഡിലിന്റെ തൊട്ട് മേളിലാണ്. അങ്ങനെ ഈ ലെവലിൽ നിന്നും കയറാൻ നേരത്ത് നമ്മളെ സംബന്ധിച്ചുള്ള നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ ഇതാണ് ശരിക്കും. സ്കാൽപ്പിങ്ങിന്റെ ടാർഗറ്റ് ലെവൽ ഇതാണ് ശരിക്കും. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ നോക്കണം. ഓരോ ക്യാൻഡിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് തൊട്ട് മുമ്പിലത്തെ ക്യാൻഡിലിനെക്കാട്ടിലും മേളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ അതിന് മുമ്പിലെ ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്തു, ഇത് അതിന് മുമ്പിൽ ക്ലോസ് ചെയ്തു, ഇത് അതിന് മുമ്പിൽ ക്ലോസ് ചെയ്തു, ഈ ക്യാൻഡിൽ അതിന് മുമ്പിൽ ക്ലോസ് ചെയ്തു, ഈ ക്യാൻഡിൽ അതിന് മുമ്പിൽ ക്ലോസ് ചെയ്തു. ഇത് ബ്യൂട്ടിഫുൾ ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വോളിയം വീക്കാണ്. അതിന്റെ അർത്ഥം എന്താ? ബയേഴ്സ് ആർ നോട്ട് ഫുള്ളി കൺവിൻസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ബയേഴ്സ് ഫുള്ളി കൺവിൻസ്ഡ് അല്ല, പക്ഷേ ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിലാണ്. ഹൈയും ക്ലോസും ഒരേ ലെവലിൽ വന്ന് ക്യാൻഡിൽ. പക്ഷെ അതിവിടെ വന്നത് ആ ലെവലിൽ ഒരു റെസിസ്റ്റൻസ്. കാര്യം നേരത്തെ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് മനസ്സിലായി ശരിക്കും. നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് വൺ ലെവൽ. നൗ സോ ഹൈ ലോ, ലോവർ ഹൈ, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു ശരിക്കും. ഇവിടെ ഹൈ ആയി, ഇവിടെ ലോ ആയി, ഇത് ലോവർ ഹൈ ആയി, ഹയർ ലോ ആയി. ഹയർ ലോ ക്രിയേഷൻ എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്? സ്ട്രെങ്ത്, ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ഇവിടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ശരിക്കും. ഇത് വളരെ കെയർഫുൾ ആയിട്ടുള്ള ട്രെൻഡ് പാറ്റേണിന്റെ ചേഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ശരിക്കും. ഹൈ ലോ, ലോവർ ഹൈ, ഹയർ ലോ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ 50% കറക്റ്റ് ചെയ്തു. ഇനി എന്താ കറക്റ്റ് ചെയ്യേണ്ടത്? ലോവർ ഹൈ എന്നുള്ളത് ഹയർ ഹൈ ആയിട്ട് കറക്റ്റ് ചെയ്യണം ശരിക്കും. എന്താ മനസ്സിലാക്കണ്ടേ? ബാങ്ക് നിഫ്റ്റി സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ് ശരിക്കും. ഇനി സിമ്പിൾ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചേ. ഇതാണ് ട്രെൻഡ് ലൈൻ നിങ്ങൾ വരയ്ക്കുന്നത് ശരി. ഇതൊരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചാൽ ഇതാണ് ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് അല്ലേ? ആ ഹയർ ഹൈ എന്നല്ല, ആ ട്രെൻഡ് ലൈൻ്റെ ഫാളിംഗ് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ട് പോയിന്റ് ഇതാണ്. ബ്രേക്ക് ഔട്ട് ചെയ്തു, പുൾ ബാക്ക് വന്നു ശരിക്കും. പുൾ ബാക്ക് ശരിക്കും ഇവിടം വരെ വരേണ്ടതാണ്, പക്ഷെ ഇവിടം വരെ വന്നില്ല. അതിനർത്ഥം എന്താ? മൊമെന്റം സ്ട്രോങ് ആകാൻ തുടങ്ങി. അതുകൊണ്ടാണ് പുൾ ബാക്ക് ഈ ലെവലിൽ വരായിരുന്നത്. അപ്പൊ നമുക്ക് ഒരു ട്രേഡ് ഇവിടെ കിട്ടി, ഒരു ട്രേഡ് ഇവിടെ കിട്ടി. ഞാൻ സ്കാൽപ്പിംഗ് ട്രേഡ്സ് ആണ് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കൂ. ഈ രണ്ട് ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണല്ലേ, അത്ര വലിയ സ്ട്രോങ് ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ്. അതിനുശേഷം വന്ന ക്യാൻഡിൽ നിങ്ങൾ നോക്കും. ആ ക്യാൻഡിൽ ഓപ്പൺ 43,058 രൂപ 65 പൈസ, ലോ 43,058 രൂപ. അതിന്റെ അർത്ഥം ഓപ്പൺ ലോയാണ് സംഭവിച്ചത്. ആൻഡ് ഈ ക്യാൻഡിൽ ഓപ്പൺ ലോ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് എവിടെ വന്നത്? 43,109 രൂപ 65 പൈസ ആണ് ഹൈ. ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 43,107 രൂപ 40 പൈസ. ക്ലോസും ഹൈയും ഓൾമോസ്റ്റ് സെയിം ആണ് ശരിക്കും. ആ ക്യാൻഡിലിൽ ആവറേജ് വോളിയത്തിന് മുകളിൽ, അതിന് ആവറേജിനെ ടച്ച് ചെയ്ത് കുറച്ച് വോളിയം ഉണ്ട്. ദിസ് ഇസ് എ നെക്സ്റ്റ് റിസ്ക് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നിങ്ങളുടെ റിസ്ക് എടുക്കുവാണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഈ ക്യാൻഡിൽ റിസ്ക് എടുക്കാം എന്ന് പറയാൻ കാര്യം, ഒന്ന് സ്റ്റോക്ക് നേരെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. രണ്ട്, ഫാളിംഗ് ആയിട്ടുള്ള ആ ട്രെൻഡ് ലൈനിൽ ബ്രേക്ക്ഔട്ട് കൊടുത്തു. അപ്പൊ രണ്ട് കാര്യങ്ങളിൽ സ്ട്രെങ്ത് ഓൾറെഡി വിസിബിൾ ആയി. മൂന്നാമത്തെ, പുൾ ബാക്ക് വീക്ക് ആണ്. പുൾ ബാക്ക് ട്രെൻഡ് ലൈനിൽ വന്ന് എടുത്തില്ല. ദാറ്റ് മീൻസ് 3 പോയിന്റ്സിൽ നമുക്ക് സ്ട്രെങ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നാലാമത്തെ, അത് കഴിഞ്ഞു വന്ന ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഈ ക്യാൻഡിലും എൻഗൾഫ് ചെയ്ത ക്യാൻഡിലാണ് വന്നത് ശരിക്കും. ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വിത്ത് വോളിയമാണ് വന്നത്. വിത്ത് വോളിയം വന്നതോടുകൂടി എന്താ ചെയ്യേണ്ടത്? ദിസ് ക്യാൻഡിൽ ആണ് ബെസ്റ്റ് ഒരു ക്യാൻഡിൽ മൂന്നാമത്തെ സ്കാൽപ്പിന് വേണ്ടി. പ്രൊവൈഡഡ് ഈ ഏരിയയിൽ നമ്മൾ കെയർഫുൾ ആണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ ഉണ്ട് ഈ ഏരിയയിൽ ശരിക്കും. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. കാര്യം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ ആണ്. ആൻഡ് നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത് നെൽക്കിപ്പത്തിലെടുത്താൽ നിങ്ങൾക്ക് ആ സിംഗ് ലോയിൽ റിസ്ക് എടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ സാധാരണ റിസ്ക് എടുക്കാൻ പറ്റിയ സംഗതി ഇത് ഒന്നില്ലെങ്കിൽ ഈ ലെവലിൽ എടുക്കാം റിസ്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ തിരിച്ച് ട്രെൻഡ് ലൈൻ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ട്രെൻഡ് ലൈനിന്റെ താഴെ എടുക്കാം,
അല്ല അതിനും കൂടെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ സിംഗിൾ ഓയിൽ റിസ്ക് എടുത്തിട്ട് നിങ്ങളൊരു എൻട്രി ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ വീക്കായി ഒരു ഫെയിൽഡ് ബ്രേക്ക്ഔട്ട് എന്ന് പറയാൻ നമുക്ക് ഒരു ഫെയിൽഡ് ബ്രേക്ക്ഔട്ടിന്റെ സൈൻസ് ആണ് കാണിച്ചത്, പക്ഷേ വോളിയം ഉണ്ട്, മേളിൽ സെല്ലിംഗ് വന്നു. അടുത്ത ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? അടുത്ത ക്യാൻഡിലും ഈ ക്യാൻഡിലിനെക്കാളും മേളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതിനേക്കാൾ മേളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഓൾ 4 ക്യാൻഡിൽസും അതിന്റെ മേളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ കൊടുത്തു, ബ്യൂട്ടിഫുൾ ക്യാൻഡിലാണ്, അതിന്റെ ഹൈയും ക്ലോസും ഒന്ന് തന്നെയാണ്, പക്ഷേ ആ ക്യാൻഡിലിൽ വോളിയം ഇല്ല. നിങ്ങൾ വോളിയം നോക്ക്, ഒട്ടും വോളിയം ഇല്ല ശരിക്കും. ദാറ്റ് മീൻസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ വോളിയം ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വി ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടുത്ത ക്യാൻഡിൽ വോളിയം വരുമെന്ന് വിചാരിച്ചു, വന്നില്ല, ഡൂജിയ വന്ന്, കൺഫ്യൂഷൻ. അടുത്ത ക്യാൻഡിൽ കൺഫ്യൂഷൻ. അതിന്റെ അടുത്ത ക്യാൻഡിൽ ഇറക്റ്റ് ക്യാൻഡിൽ എന്താ കാണിക്കുന്നത്? ഇറക്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്രീനിനെക്കാളും താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഒരു റിസ്ക് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഡോണ്ട് ടേക്ക് റിസ്ക്. ഈ ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യാം. 3 ട്രേഡ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ദീസ് ആർ 3 ട്രേഡ്സ്. സിമ്പിൾ പ്രൈസ് ആക്ഷൻ കൊണ്ട് നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ മെത്തേഡും ഉണ്ട്. ഫസ്റ്റ് ട്രേഡ്, സെക്കൻഡ് ട്രേഡ്, തേർഡ് ട്രേഡ്. ഈ 3 ട്രേഡ് മതി ജീവിക്കാനായിട്ട്, സുന്ദരമായിട്ട് ജീവിക്കാനായിട്ട്. ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചെന്താ സംഭവിച്ചേ? ഈ ലെവലൊക്കെ ട്രേഡ് വരാൻ നേരത്തെ എന്താ സംഭവിച്ചേ? ഇതിൽ വരുമ്പോഴത്തേക്കും സമയം സംതിങ് അറൗണ്ട് 1:30 മണി 2 മണി ആയി കഴിഞ്ഞു. ശരി, ഞാൻ സാധാരണ ആഫ്റ്റർനൂൺ ട്രേഡ് ഞാൻ പിക്ക് ചെയ്യാറില്ല. ആഫ്റ്റർനൂൺ ട്രേഡിന്റെ റിസ്ക് ഫാക്ടർ കൂടുതലാണ് ശരിക്ക്. എന്നെ സംബന്ധിച്ച് ഒരു 12 കഴിവതും ബൈ 12:30 കൂടി ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഈ ലെവലൊക്കെ എത്തുമ്പോഴേക്കും 3 മണി ആയി കഴിഞ്ഞു. സോ ഐ നോർമലി ഡോണ്ട് ടേക്ക് ട്രേഡ്സ്. 12:30 അല്ല 1 o'clock അപ്പുറം ഞാൻ സാധാരണ ട്രേഡ് നോക്കാറില്ല. അതിനകം ഓൾറെഡി നമുക്കൊരു 3 ട്രേഡ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ശരിക്കും. പിന്നെ കുറെ ട്രേഡ് നോക്കേണ്ട കാര്യമില്ല. 1 ട്രേഡ് കിട്ടി, 2 ട്രേഡ് കിട്ടി, 3 ട്രേഡ് കിട്ടി. ദാറ്റ്സ് ഇനഫ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ധാരാളം ചാർട്ട്സ് വരച്ചാൽ മാത്രമേ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് തറവായി കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുക, ധാരാളം എന്താ പറയണ്ടേ, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കൂടുതൽ വരച്ച് തറവാകും ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും